നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ ജനുവരി 27, 2021 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 2021 ജനുവരി 26 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു? ഇന്ത്യയുടെ 72ാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു 2021 ജനുവരി 26. അതുപോലെ തന്നെ 2021 ജനുവരി 26 റിപ്പബ്ലിക് ഡേക്ക് ലഭിച്ച പത്മഭൂഷൺ അവാർഡ് ലഭിച്ച മലയാളി ആരാണെന്ന് ചോദിച്ചാൽ അത് KS ചിത്രയാണ്. പത്മഭൂഷൺ അവാർഡ് ലഭിച്ച മലയാളിയാണ് KS ചിത്ര. അതുപോലെ തന്നെ 2021 മരണാനന്തര ബഹുമതിയായിട്ട് മഹാവീർ ചക്ര ലഭിച്ച മലയാളിയാണ് കേണൽ B സന്തോഷ് ബാബു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മഹാവീർ ചക്രയാണ് ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. കേണൽ B സന്തോഷ് ബാബുവിനാണ്. അതുപോലെ 2021 കീർത്തിചക്ര അവാർഡ് ജേതാവാണ് സഞ്ജീവ് കുമാർ. ആരാണ്? സഞ്ജീവ് കുമാറാണ് കീർത്തിചക്ര അവാർഡ് വിന്നർ. അതായത് സൈനിക ബഹുമതിയായ മഹാവീർ ചക്ര ഗാൽവാൻ യുദ്ധനായകൻ കേണൽ സന്തോഷ് ബാബുവിനാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ കേണൽ B സന്തോഷ് ബാബു അറിയപ്പെടുന്നത് ഗാൽവാൻ യുദ്ധനായകൻ എന്നാണ്. അതുപോലെ തന്നെ കീർത്തിചക്ര സുബേദാർ സഞ്ജീവ് കുമാറിനും സമ്മാനിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇരുവർക്കും ഇത് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2021 പത്മശ്രീ അവാർഡ് നേടിയ ഗോളശാസ്ത്ര പണ്ഡിതനും പരിസ്ഥിതി സൗഹൃദ കർഷകനുമായ വ്യക്തി ആരാണ്? മണിക് ഫാനാണ്. ആരാണ്? മണിക് ഫാനാണ് 2021 പത്മശ്രീ അവാർഡ് നേടിയ ഗോളശാസ്ത്ര പണ്ഡിതനും പരിസ്ഥിതി സൗഹൃദ കർഷകനുമായ വ്യക്തി. അദ്ദേഹം ഈ ഗോളശാസ്ത്ര പണ്ഡിതനും അതുപോലെ പരിസ്ഥിതി സൗഹൃദ കർഷകനുമായ ലക്ഷദ്വീപ് സ്വദേശിയാണ് അലി മണിക് ഫാൻ എന്ന് ഓർത്തുവെക്കുക. അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. 2021 മരണാനന്തര ബഹുമതിയായി സർവോത്തം ജീവൻ രക്ഷാ പതക് ലഭിച്ച മലയാളി ആരാണ്? മുഹമ്മദ് മുഹ്സിനാണ്. 2021 മരണാനന്തര ബഹുമതിയായിട്ട് സർവോത്തം ജീവൻ രക്ഷാ പതക് ലഭിച്ച മലയാളിയാണ് മുഹമ്മദ് മുഹ്സിൻ. അതുപോലെ തന്നെ 2021 എത്ര മലയാളികൾക്കാണ് പത്മശ്രീ അവാർഡ് കിട്ടിയത് എന്ന് ചോദിച്ചാൽ 5 മലയാളികൾക്കാണ്. 5 മലയാളികൾക്കാണ് പത്മശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അതായത് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട 2021 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച മുൻ ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ. അതായത് ജപ്പാൻ്റെ മുൻ പ്രധാനമന്ത്രിയായ ഷിൻസോ ആബെ. അതുപോലെ തന്നെ ഈയിടെ അന്തരിച്ച പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യം. അതുപോലെ പ്രമുഖ ഇസ്ലാമിക് പണ്ഡിതൻ മൗലാന വഹീദുദ്ദീൻ ഖാൻ തുടങ്ങിയവരുൾപ്പെടെ 7 പേർക്കാണ് പത്മവിഭൂഷൺ ബഹുമതി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ജപ്പാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെക്ക്, അതുപോലെ തന്നെ ഈയിടെ അന്തരിച്ച പ്രശസ്ത ഗായകൻ SP ബാലസുബ്രഹ്മണ്യം, അതുപോലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ മൗലാന വഹീദുദ്ദീൻ ഖാൻ തുടങ്ങിയവർക്ക് ഉൾപ്പെടെ 7 പേർക്കാണ് പത്മവിഭൂഷണായിട്ട് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പത്മഭൂഷൺ കിട്ടിയ മലയാളി ആരാണ്? KS ചിത്രയാണ്. മഹാഗായികയായ KS ചിത്രയ്ക്കാണ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പത്മശ്രീ കിട്ടിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പ്രശസ്ത കായിക പരിശീലകൻ OM നമ്പ്യാർ, അതുപോലെ പാവകൂത്ത് കലാകാരൻ KK രാമചന്ദ്ര പുലയർ, അതുപോലെ തന്നെ എഴുത്തുകാരൻ ബാലൻ പൂതേരി, പ്രമുഖ ഫിഷദ്വരനായ ധനഞ്ജയ് ദിവാകർ സഗ്ദിയോ എന്നിവർക്കാണ് പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു വയ്ക്കാം. ആർക്കൊക്കെയാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹം ഗാനരചയിതാവാണ്. അതുപോലെ തന്നെ കായിക പരിശീലകനായ OM നമ്പ്യാർ, അവരുടെ മേഖലയും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ KK രാമചന്ദ്ര പുലവർ, അദ്ദേഹം പാവകൂത്ത് കലാകാരനാണ്. അതുപോലെ ബാലൻ പൂതേരി, അദ്ദേഹം എഴുത്തുകാരനാണ്. അതുപോലെ പ്രമുഖ ഫിഷങ്വരൻ ധനഞ്ജയ് ദിവാകർ സഗ്ദിയോ എന്നിവർക്കാണ് പത്മശ്രീ ലഭിച്ചിരിക്കുന്ന മലയാളികൾ എന്ന് ഓർത്തുവയ്ക്കാം. അതുപോലെ 2021 പരമോന്നത സേനാ പുരസ്കാരമായ പരമവിശിഷ്ട സേവാ മെഡൽ ലഭിച്ച മലയാളി ആരാണ്? R ഹരികുമാറാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2021 പരമോന്നത സേനാ പുരസ്കാരമായ പരമവിശിഷ്ട സേവാ മെഡൽ ലഭിച്ച മലയാളിയാണ് R ഹരികുമാർ. അതുപോലെ തന്നെ മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് കേശുഭായ് പട്ടേൽ. ആരാണ്? കേശുഭായ് പട്ടേലിനാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ ലഭിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി. അതായത് 10 പത്മഭൂഷണും
102 പത്മശ്രീയും അടക്കം 119 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അതായത് 102 പത്മശ്രീ, 10 പത്മഭൂഷൺ, അങ്ങനെ ടോട്ടൽ 119 പത്മ പുരസ്കാരങ്ങളാണ് 2021 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ പത്മഭൂഷണ അർഹരായ മറ്റു പ്രധാനപ്പെട്ട വ്യക്തികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടു വയ്ക്കാം. തരുൺ ഗൊഗോയ്, അദ്ദേഹം ആസാമിലെ പൊതുസേവനവുമായി ബന്ധപ്പെട്ടാണ് തരുൺ ഗൊഗോയ്ക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത്. അതുപോലെ ചന്ദ്രശേഖർ കമ്പാറ, അദ്ദേഹം കലാവിദ്യാഭ്യാസ മേഖലയാണ് ചന്ദ്രശേഖർ കമ്പാറ. അതുപോലെ തന്നെ സുമിത്ര മഹാജൻ പൊതുസേവനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ രാംവിലാസ് പാസ്വാൻ, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ബഹുമതിയാണ് പൊതുസേവനവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ കേശുഭായ് പട്ടേൽ, നമ്മളിപ്പോൾ പറഞ്ഞു ഗുജറാത്ത് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇവരാണ് പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് ഓർത്തു വയ്ക്കാം. ഇനി പോർച്ചുഗൽ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിൽ വന്നതാരാണ്? മാർസലോ ഡിസൂസയാണ്. മാർസലോ റെബലോ ഡിസൂസ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. മാർസലോ റെബലോ ഡിസൂസയാണ് വീണ്ടും പോർച്ചുഗൽ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ക്ഷേത്രാരാധന എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ബാലൻ പൂതേരിയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ഷേത്രാരാധന എന്ന പുസ്തകം രചിച്ച ആരാണ്? ബാലൻ പൂതേരി. 2021 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഭൂതല വ്യോമ മിസൈൽ ഏതാണെന്ന് ചോദിച്ചാൽ ആകാശാണ്. ഏതാണ്? ആകാശാണ് ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈല്. അതായത് ആകാശ് നെക്സ്റ്റ് ജനറേഷൻ, അതായത് ആകാശ് NG ഒഡീഷ തീരത്തു നിന്നാണ് വിജയകരമായിട്ട് പരീക്ഷിച്ചത്. ശത്രുപക്ഷത്തിൻ്റെ യുദ്ധവിമാനങ്ങളെ നേരിടുകയാണ് ആകാശ് NG മിസൈലിൻ്റെ ലക്ഷ്യം. അതുപോലെ ആകാശത്തുള്ള ലക്ഷ്യത്തെ കൃത്യമായി ആക്രമിക്കാൻ മിസൈലിന് സാധിച്ചതായിട്ടും പ്രതിരോധ ഗവേഷണ സ്ഥാപനം, അതായത് DRDOയുടെ പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. അപ്പോൾ DRDO ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ സതീഷ് റെഡ്ഡിയാണ്. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? സതീഷ് റെഡ്ഡിയാണ്. 2019 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. അതായത് കേരള ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് ആയിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ സ്മരണയ്ക്ക് കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ 2019 പുരസ്കാരമാണ് കവിയും ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത് എന്ന് ഓർത്തു വയ്ക്കാം. അതായത് 10,000 രൂപയും പ്രശസ്തി പത്രവും അതുപോലെ ആശ്രാമം സന്തോഷ് രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങിയതാണ് ഈ ഒരു പുരസ്കാരം എന്ന് ഓർത്തു വയ്ക്കുക. 10,000 രൂപയാണ് പുരസ്കാര തുക. UN ഉപദേശക സമിതിയിൽ 2021 ജനുവരിയിൽ അംഗമായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞ ആരാണ്? ജയന്തി ഘോഷാണ്. UN ഉപദേശക സമിതിയിൽ 2021 ജനുവരിയിൽ അംഗമായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞയാണ് ജയന്തി ഘോഷ്. 2021 പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളി കായിക പരിശീലകൻ ആരാണ്? OM നമ്പ്യാരാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2021 പത്മശ്രീ അവാർഡ് ലഭിച്ച മലയാളി കായിക പരിശീലകനാണ് OM നമ്പ്യാർ. അദ്ദേഹം PT ഉഷ എന്ന പയ്യോളിക്കാരിയെ ലോകം അറിയുന്ന ഒരു അത്ലറ്റാക്കി വളർത്തിയതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ തന്നെ 1984 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് PT ഉഷ 400 മീറ്റർ ഹഡിൽസിൽ 4ാം സ്ഥാനത്തെത്തിയത്. അതിന് പിന്നാലെ 1985 അദ്ദേഹത്തിന് ദ്രോണാചാര്യ പുരസ്കാരം എത്തിയെന്ന് ഓർത്തു വയ്ക്കാം. OM നമ്പ്യാർക്ക് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച വർഷം 1985. കേരള സർക്കാരിൻ്റെ കീഴിൽ നിർമ്മിച്ചു നൽകുന്ന ലാപ്ടോപ്പ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കൊക്കോണിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ കുട്ടികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ കേരളത്തിൻ്റെ സ്വന്തം കൊക്കോണിക്സ് അടക്കം 3 കമ്പനികളാണ് ലാപ്ടോപ്പ് നൽകുന്നത്. അതായത് കൊക്കോണിക്സ്, ഏസർ, ലെനോവ എന്നീ കമ്പനികളെയാണ് ഇപ്പോൾ എംപാനൽ ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കാം. അതുപോലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് നൽകുന്നത് സർക്കാരിൻ്റെ കീഴിലുള്ള കൊക്കോണിക്സ് ആണ്. അതുപോലെ കൊക്കോണിക്സിന് ഏസറിനും ഇന്റൽ പ്രോസസ്സറാണ്. അതുപോലെ മറ്റ് ലാപ്ടോപ്പുകൾക്ക് 1.25 കിലോ മുതൽ വെയിറ്റ് വരുമ്പോൾ ഇതിന് 990 ഗ്രാം മാത്രമാണ് വെയിറ്റ്. അതുപോലെ തന്നെ 4 GB റാം, 128 GB മിനിമം സ്റ്റോറേജ്, 11 ഇഞ്ച് സ്ക്രീന്, വെബ്ക്യാം, SD കാർഡ് റീഡർ എന്നീ സൗകര്യങ്ങൾക്കൊപ്പം 3 വർഷം വാറന്റിയുമാണ് ഈ കൊക്കോണിക്സ് ലാപ്ടോപ്പ് നൽകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാം. ഇന്ത്യ ആൻഡമാൻ സമുദ്രത്തിനും ബംഗാൾ ഉൾക്കടലിലും ആയി നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഏതാണെന്ന് ചോദിച്ചാൽ
ആംബെക്സ് 21 കവചുമാണ്. അതായത് ഇന്ത്യൻ സായുധസേന ആൻഡമാൻ സമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും ആംഫെക്സ് 21 കവച് എന്നിങ്ങനെ വൻതോതിലുള്ള സംയുക്ത സൈനിക പരിശീലന പ്രകടനം നടത്തുകയുണ്ടായി എന്ന് ഓർത്തുവെക്കുക. ആംഫെക്സ് 21 കവചും. ദേശീയ സമ്മതിദായക ദിനത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഓൺലൈൻ റേഡിയോ ആണ് ഹലോ വോട്ടേഴ്സ്. ദേശീയ സമ്മതിദായക ദിനമായ ജനുവരി 25-നോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിച്ച ചടങ്ങിൽ കമ്മീഷന്റെ ഓൺലൈൻ റേഡിയോ ആയിട്ടുള്ള ഹലോ വോട്ടേഴ്സ് വീഡിയോ കോൺഫറൻസ് വഴി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ രാഷ്ട്രപതിയായ ശ്രീ രാംനാഥ് കോവിന്ദാണ്. KSEB സേവനങ്ങൾക്കായിട്ട് ആരംഭിച്ച പുതിയ ടോൾ ഫ്രീ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 1912 ആണ്. 1912 ആണ് KSEB സേവനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ ടോൾ ഫ്രീ നമ്പർ. അതായത് വൈദ്യുതി ബോർഡ് സേവനങ്ങളുമായിട്ട് വീട്ടുപടിക്കൽ എത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പുതിയ നമ്പർ. ഇതിന് വിളിച്ച് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി പരിശോധന നടത്തുകയും അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് വാങ്ങുകയും ചെയ്യും. അതായത് പണം അടച്ചാൽ ഉടൻ കണക്ഷൻ നൽകുകയും ചെയ്യുമെന്ന് ഓർത്തുവയ്ക്കാം. സംസ്ഥാനത്ത് രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അതായത് ഭാരതീയ ചിത്രകലയെ വിശ്വപ്രസിദ്ധിയിലെത്തിച്ച രാജാ രവിവർമ്മയുടെ ചിരകാല സ്വപ്നങ്ങൾക്ക് നിറം പകർന്നാണ് സ്വന്തം നാട്ടിൽ പുതിയ ആർട്ട് ഗാലറി വരുന്നത്. അതായത് മ്യൂസിയം വളപ്പിലുള്ള ശ്രീചിത്ര ആർട്ട് ഗാലറിയോട് ചേർന്നാണ് രാജാ രവിവർമ്മ ആർട്ട് ഗാലറി ആരംഭിക്കുന്നത്. വോട്ടർ ID കാർഡ് ഡിജിറ്റൽ പതിപ്പ് നൽകുന്ന പദ്ധതിയാണ് എപിക്. അതായത് വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡിന്റെ ഇലക്ട്രോണിക് പതിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയുണ്ടായി. ദേശീയ വോട്ടർ ദിനത്തിൽ നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് 5 പേർക്ക് കാർഡ് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതായത് PDF ഫോർമാറ്റിൽ നമ്മുടെ കാർഡ് പ്രിന്റ് എടുത്ത് വെക്കാമെന്നാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ കേന്ദ്ര നിയമ IT വകുപ്പ് മന്ത്രി ആരാണ്? രവിശങ്കർ പ്രസാദാണ്. 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. 33ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി തിരുവനന്തപുരത്താണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലാണ് ഇങ്ങനെയൊരു ശാസ്ത്ര കോൺഗ്രസ് നടത്തുന്നതെന്ന് ഓർത്തുവെക്കാം. നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. അതിനു മുമ്പ് അൺഅക്കാഡമി കേരള PSCയുടെ പുതിയ ഇവൻറ്റ്സ് പരിചയപ്പെടാം. അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ കേരള PSC എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്യാം. നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പുതിയതായിട്ടാണ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ കോഡ് ആവശ്യമാണെങ്കിൽ NIKTA10 എന്ന് പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഫ്രീ കണ്ടന്റ് അൺലോക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. റെഫറൽ കോഡ് അപ്ലൈ ചെയ്യുക. അതുപോലെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ബാച്ചിൻ്റെ പേര്. 25 ജനുവരിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ഓൺ 10th ലെവൽ പ്രിലിംസ് ആണ്. ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന പ്രിലിംസ് എക്സാമിന് വേണ്ടിയുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. അൺഅക്കാഡമി പ്ലസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റെഫറൽ കോഡായിട്ട് നിങ്ങൾക്ക് NIKTA10 യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി അൺഅക്കാഡമി പ്ലസിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. സിലബസ് വൈസ് സ്ട്രക്ചേർഡ് കോഴ്സുകളാണ്. ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് ആൻഡ് ഡിസ്കഷൻ അവൈലബിൾ ആണ്. സബ്ജക്റ്റ് വൈസ് ടെസ്റ്റ് സീരീസുകളുണ്ട്. പ്രാക്ടീസ് ടെസ്റ്റുകളുണ്ട്. അൺലിമിറ്റഡ് അക്സസ് ടു ഓൾ കേരള PSC കണ്ടന്റ് ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ അൺഅക്കാഡമി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കേരള PSCയിൽ നിന്ന് പ്ലസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് റെഫറൽ കോഡ് അപ്ലൈ ചെയ്യാം. NIKTA10 എന്ന് പറയുന്ന റെഫറൽ കോഡ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പ്ലാനും സെലക്ട് ചെയ്യാം. 3 പ്ലാനുകളുണ്ട്. 6 മാസം, 12 മാസം, 24 മാസം എന്നിങ്ങനെയാണ് പ്ലാനുകൾ. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫീ പേയ്മെൻറ്റ് നമുക്ക് EMI ആയിട്ടും നടത്താം. അപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഈ പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. കേരളത്തിൽ വിമാന മാതൃകയിലുള്ള എയർഫോഴ്സ് മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ വിമാന മാതൃകയിലുള്ള എയർഫോഴ്സ് മ്യൂസിയം നിലവിൽ വരുന്നത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ് ആണ്. ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഇന്ത്യയിൽ മുലപ്പാൽ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് ഏത് രാജ്യത്തിൻ്റെ മാതൃക സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? ബ്രസീലിൻ്റെയാണ്. ഇന്ത്യയിൽ മുലപ്പാൽ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് ഏത് രാജ്യത്തിൻ്റെ മാതൃക സ്വീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്? ബ്രസീൽ. ഇറ്റാലിയൻ ഗോൾഡൻ സാൻഡ് ആർട്ട് അവാർഡ് 2019 അർഹനായ ഇന്ത്യനാണ്
സുദർശൻ പട്നായക്. ആരാണ്? സുദർശൻ പട്നായിക്കിനാണ് ഇറ്റാലിയൻ ഗോൾഡൻ സാൻഡ് അവാർഡ് 2019 അർഹനായത്. നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. മാക്സിമം എല്ലാവരും ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാൻ നോക്കണം. 2019 നവംബറിൽ ഗുരു നാനാക്ക് ചെയർ നിലവിൽ വന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? 2019 നവംബറിലെ ഗുരു നാനാക്ക് ചെയർ നിലവിൽ വന്ന യൂണിവേഴ്സിറ്റി ഏതാണ്? 2019 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2019 ഗുരു ഗോപിനാഥ് ദേശീയ നാട്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ റോബോട്ടിക് സർജറി സംവിധാനം ആരംഭിച്ച കേന്ദ്ര സർക്കാർ ആശുപത്രി ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സൗജന്യ റോബോട്ടിക് സർജറി സംവിധാനം ആരംഭിച്ച കേന്ദ്ര സർക്കാർ ആശുപത്രി ഏതാണ്? കേന്ദ്ര സർക്കാർ പ്രളയത്തെ നേരിടുന്നതിനായി ഏത് സംസ്ഥാനത്തിനാണ് റെഡ് അറ്റ്ലസ് ആക്ഷൻ പ്ലാൻ മാപ്പ് തയ്യാറാക്കിയത്? കേന്ദ്ര സർക്കാർ പ്രളയത്തെ നേരിടുന്നതിന് വേണ്ടി ഏത് സംസ്ഥാനത്തിലാണ് റെഡ് അറ്റ്ലസ് ആക്ഷൻ പ്ലാൻ മാപ്പ് തയ്യാറാക്കിയത്? ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. മറക്കാതെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ ചാനലിൽ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. മറക്കാതെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.